വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഒരു മോഡൽ പേപ്പറാണ് കേട്ടോ. നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം എന്നാണ് വരുന്നത്, 26-ാം തീയതി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു മോഡൽ പേപ്പർ ചെയ്ത് നോക്കാം. ഇതിനു മുമ്പായിട്ട് നമ്മൾ 2 മോഡൽ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകൾ കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷനൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട മതപരിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് മതപരിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? CV കുഞ്ഞിരാമനാണ് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട മതപരിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയ്ക്കാണ് കാക്കോരി ട്രെയിൻ കൊള്ളയുമായി ബന്ധമുള്ളത്? താഴെ പറയുന്നവയിൽ ഏത് സംഘടനയ്ക്കാണ് കാക്കോരി ട്രെയിൻ കൊള്ളയുമായി ബന്ധമുള്ളത്? ഓപ്ഷൻ സി, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് 1928 എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ്. ശരിയാണോ? ശരിയാണല്ലേ. ഐക്യ കേരളം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് 1928 എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ്. ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രാമവർമ്മ പരീക്ഷിത് തമ്പുരാനാണ്. ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാമവർമ്മ പരീക്ഷിത് തമ്പുരാനാണ്. അപ്പോൾ അതും ശരിയാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്, 1, 2 എന്നിവ. നെക്സ്റ്റ്, ചുവടെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ്? രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി അല്ലേ. രാഷ്ട്രശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? നെഹ്റു ആണ്. രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവാണ് സുരേന്ദ്രനാഥ ബാനർജി. അത് ശരിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ആര്? രാജാറാം മോഹൻ റോയ്. അതും ശരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജി, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ്, ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് 1956 സംസ്ഥാന പുനരേകീകരണ നിയമപ്രകാരം നിലവിൽ വന്നത്? ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് 1956 സംസ്ഥാന പുനരേകീകരണ നിയമപ്രകാരം നിലവിൽ വന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ആസാം, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ. ആസാം, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവ നിലവിൽ വന്നത് 1956 സംസ്ഥാന പുനരേകീകരണ നിയമപ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഡി അല്ലേ വരുന്നത്? ഡി ആണ് വരുന്നത്. നെക്സ്റ്റ്, വിഴിഞ്ഞം രാജ്യാന്തര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം രാജ്യാന്തര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ഓപ്ഷൻ എ, 2025 മെയ് 2 വിഴിഞ്ഞം രാജ്യാന്തര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. എവറസ്റ്റ് കൊടുമുടി, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി തുടങ്ങിയവ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെയാണ്? എവറസ്റ്റ് കൊടുമുടി, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി എന്നിവയെല്ലാം ഏതാണ്? ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് സിവാലിക് നിരകളാണ്. ഹിമാലയ നിരകളിലെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? സിവാലിക് നിരകളാണ്. ഡ്യൂൺസ് താഴ്വരകൾ സിവാലിക് നിരയിലാണ് അല്ലേ. ഡ്യൂൺസ് താഴ്വരകളും സിവാലിക് നിരയിലാണ്. അപ്പോൾ എല്ലാം ശരിയാണല്ലോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 1, 2, 3 എന്നിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഡെറാഡൂൺ.
നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. പാമ്പാടും ചോല. ഭൂമിക്ക് 1 ഡിഗ്രി തിരിയുവാൻ വേണ്ട സമയം എത്രയാണ്? ഭൂമിക്ക് 1 ഡിഗ്രി തിരിയുവാൻ വേണ്ട സമയം എത്രയാണ്? ഓപ്ഷൻ ബി 4 മിനിറ്റ്. 4 മിനിറ്റ്. 1 ഡിഗ്രി തിരിയുവാൻ 4 മിനിറ്റ് വേണം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഭൂമിശാസ്ത്ര രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്താണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഭൂമിശാസ്ത്ര രേഖ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണൻ. ഇക്വിറ്റി ഓഹരികൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇക്വിറ്റി ഓഹരികൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികളെയാണ് ഇക്വിറ്റി ഓഹരികൾ എന്ന് പറയുന്നത്. ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികളെയാണ് ഇക്വിറ്റി ഓഹരികൾ എന്നറിയപ്പെടുന്നത്. ഒരു ലിമിറ്റഡ് കമ്പനിയുടെ സാധാരണ ഓഹരികൾ. GST സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത് ആസാമിലാണ്. ശരിയാണ്. മത്സ്യം, കന്നുകാലികൾ എന്നിവ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതും ശരിയാണ്. പെട്രോളിയത്തിന് GST ബാധകമാണ് എന്ന് പറയുന്നുണ്ട്. തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഏതാണ്? 1, 2, 3 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് തുടക്കം കുറിച്ചത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓപ്ഷൻ ബി 3-ാം പഞ്ചവത്സര പദ്ധതി. നെക്സ്റ്റ്, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി കൃഷി. ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറൽ പ്രവർത്തിക്കുന്നത്? ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറൽ പ്രവർത്തിക്കുന്നത്? ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ഓപ്ഷൻ ഡി ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രാർ ജനറൽ പ്രവർത്തിക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ഏക ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നത് ഏത് ബാങ്കാണ്? ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതെല്ലാമാണ്? അപ്പോൾ രാജേന്ദ്ര പ്രസാദിൻ്റെ കമ്മിറ്റികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഹൗസ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഹൗസ് കമ്മിറ്റി എന്നിവ. സ്റ്റിയറിംഗ് കമ്മിറ്റി, ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യയുടെയാണ് അല്ലേ? പട്ടാഭി സീതാരാമയ്യയുടേതാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ആരുടേതാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റേതാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റേതാണ്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ വരുന്നത്. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി ആരുടേതാണ്? മൈനോറിറ്റീസ് സബ് കമ്മിറ്റി ആരുടേതാണ്? HC മുഖർജിയുടേതാണ്. HC മുഖർജിയുടേതാണ് മൈനോറിറ്റി സബ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. നെക്സ്റ്റ്, ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം? ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം? ഓപ്ഷൻ ഡി കഴിയുന്നതും നേരത്തെ. ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നറിയപ്പെടുന്നത്? ഏതൊക്കെ സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്? ഏതൊക്കെയാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? 1, 2 എന്നിവ. നെക്സ്റ്റ്, ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ശരിയാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിലുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി കടം കൊണ്ടത് എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. 1976 42-ാം ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ
ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് ഏത് ഭേദഗതിയാണ്? 1976 42-ാം ഭേദഗതിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3 എന്നിവ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 3 വർഷം. ഇന്ത്യൻ പാർലമെന്റിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ എന്നിവരാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉൾപ്പെടുന്നത്. പ്രസിഡന്റ്, ലോകസഭ, രാജ്യസഭ. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണ്? ഓപ്ഷൻ ബി ബറുബാറി കേസ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 161 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 161 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 161 പറയുന്നത്. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ഏതാണ്? കില. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി യോദ്ധാവ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനാരാണ്? മുഖ്യമന്ത്രി. കേരളത്തിലെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി MP രാജേഷ്. അമൃതാദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി വനസംരക്ഷണം. പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ, വൈറ്റമിൻ സി ആണ് അടങ്ങിയിട്ടില്ലാത്തത്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി, വൈറ്റമിൻ എ ഒക്കെ എന്താണ്? പാലിലും മുട്ടയിലും അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലും പഴങ്ങളിലും പച്ചക്കറികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൈറ്റമിൻസിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റമിൻ സി ആണ് പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്പ്ലീൻ ആണ് രക്തബാങ്ക് എന്നറിയപ്പെടുന്നത്. സ്റ്റെന്റ് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റെന്റ് ചികിത്സ. ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റ് GTS 2025 എവിടെയാണ് നടന്നത്? ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റ് 2025 എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ ന്യൂഡൽഹി. പോയം 4 ഏത് ബഹിരാകാശ സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? ഓപ്ഷൻ ബി ISRO. ചുവടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ഏതാണത്? ഗേ-ലുസാക്ക് നിയമമാണ്. പിയും ടിയും അല്ലേ? ഗേ-ലുസാക്ക് നിയമം. ഓപ്ഷൻ ഡി ഗേ-ലുസാക്ക് നിയമം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഓപ്ഷൻ എ നീല. ലോകത്തെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ചൈന. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി പരിഗണിക്കുന്നത്?
ഏത് റേഞ്ചാണ് വരുന്നത്? ഓപ്ഷൻ എ pH 0 to 7. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? 51 അമിനോ ആസിഡുകളാണ് ഇൻസുലിനിലുള്ളത്. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്? ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്? ഓപ്ഷൻ സി ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം. ഏപ്രിൽ 10. 59ാമത് ജ്ഞാനപീഠ അവാർഡ് നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് സംസ്ഥാനക്കാരനാണ്? 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയത് വിനോദ് കുമാർ ശുക്ലയാണ്. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി 1995 എന്ത്? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 1995. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? പുന്നമടക്കായൽ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ NS മാധവൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബോധധാര നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏതാ? ബോധധാര നോവലുകളുടെ പട്ടികയിൽ പെടാത്ത കൃതി ഏതാണ്? ഓപ്ഷൻ ഡി ബാല്യകാല സഖിയാണ് വരാത്തത്. സ്വർഗദൂതൻ, മഞ്ഞ്, അരനാഴിക നേരം എന്നിവയൊക്കെ എന്താണ്? ബോധധാര നോവലുകളുടെ പട്ടികയിൽ പെടുന്നവയാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയതാരാണ്? ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയതാരാണ്? OV വിജയൻ. താഴെ തന്നിരിക്കുന്നവയിൽ വചനം എന്ന വാക്കിന്റെ പര്യായ പദത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മലയാളമാണ്. വചനം എന്ന വാക്കിന്റെ പര്യായ പദത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി അബ്രം. വാണി, മൊഴി, ഗീര് എന്നിവയൊക്കെ എന്താണ്? വചനം എന്ന വാക്കിന്റെ പര്യായ പദത്തിൽ വരുന്നവയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ശൈലി ഏതാണ്? ചെണ്ട കൊട്ടിക്കുക, അബദ്ധത്തിൽ ചാടിക്കുക എന്നാണ് അർത്ഥം. ചെണ്ട കൊട്ടിക്കുക എന്ന് വെച്ചാൽ അബദ്ധത്തിൽ ചാടിക്കുക. ആനച്ചന്തം, ആകെ കൂടിയുള്ള ഭംഗി. ദീപാവലി കുളിക്കുക, പുണ്യനദിയിൽ മുങ്ങുക എന്നാണ് നമുക്ക് തന്നിരിക്കുന്നതാണ് തെറ്റി വരുന്നത്. ശ്ലോകത്തിൽ കഴിക്കുക, അതിയായി ചുരുക്കുക. അതിയായി ചുരുക്കുക. നെക്സ്റ്റ്, ഉഷസ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഉഷസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പ്രഭാതം. സാദരമേവം പിരിച്ചെഴുതുക. സാദരം പ്ലസ് ഏവം. ശ്രദ്ധയോട് കൂടിയവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ബി ശ്രാദ്ധൻ. ക്യൂർ ഫിഷ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ വിചിത്ര മനുഷ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി അസ്ഥികൂടം. ഡു നോട്ട് കൗണ്ട് ദ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. ഇതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ സി ഇരിക്കും മുമ്പേ കാൽ നീട്ടരുത്. ശരിയായ വാക്യം ഏത്? പിച്ച് നടക്കുന്ന വൃദ്ധയുടെ പേരക്കുട്ടി. ഇതിലേതാണ് ശരിയായിട്ട് വരുന്നത്? മാനേജറെ കണ്ടിട്ടും കാര്യം നടന്നില്ല എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. നോബഡി എൻജോയ്ഡ് ദ മൂവി. ഇതിലേതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ഡിഡ് ദേ എന്നാണ് വരിക അല്ലേ? കാരണം എന്താണ്? നോബഡി എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെൻറ്റൻസിൽ നെഗറ്റീവ് വേണ്ട. പിന്നെ ഡിഡ് ദേ അല്ലേ? എൻജോയ്ഡ് എന്ന് പറയുമ്പോൾ ഡിഡ് ദേ. Select the most appropriate meaning of the given idiom. A hard nut to crack. ഹാർഡ് നെറ്റ് ടു ക്രാക്ക് എന്ന് വെച്ചാൽ ഇതാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. ചേഞ്ച് ഇൻ ടു ബാസി വോയിസ്. തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് കന്യാകുമാരി എവരി ഇയർ. ബാസി വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. കന്യാകുമാരി ഈസ് വിസിറ്റഡ് ബൈ തൗസൻഡ്സ് ഓഫ് tourists every year. Antonyms of dusk. Option C dawn. We have to dash the meeting as there is no power supply. Option A put off.
A group of eagles is called. Option B, a convocation of eagles. Find out the suitable preposition from the choices given below. Where are you coming from? The professor along with his students dash attending the seminar. Option D is. Find out the antonym of the word pompously. Pompously. Humbly. Change into indirect speech. Anna said they have come here many times. Option C. Anna said that they had come there many times. നെക്സ്റ്റ് മാത്സ് ആണ്. ജസ്റ്റ് വായിച്ചു പോകാം കേട്ടോ. പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ചുവടെ തന്നിട്ടുള്ള സംഖ്യാ ജോഡികളിൽ ഗുണനഫലം എണ്ണൽ സംഖ്യയായവ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്. 72ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 5⁴. 73ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 73 ബി. 74 90 സെൻറ്റിമീറ്ററും 1.5 മീറ്ററും തമ്മിലുള്ള അംശബന്ധം കണ്ടെത്തുക. 74 ബി. 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയായിരുന്നു. 2004 ഫെബ്രുവരി 8 ആഴ്ചയിലെ ഏത് ദിവസമാണ്? ഓപ്ഷൻ ഡി ഞായർ. സീത 60 km/h വേഗതയിൽ 1.5 മണിക്കൂർ കാർ ഓടിക്കുന്നു. അവൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു? ഓപ്ഷൻ എ 90 കിലോമീറ്റർ. നമ്മൾ 4 സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ ശരാശരി 16ഉം അവസാനത്തെ 3 എണ്ണത്തിൻ്റെ ശരാശരി 15ഉം ആയിരിക്കും. അവസാന സംഖ്യ 18 ആണെങ്കിൽ ആദ്യ സംഖ്യ എത്രയായിരിക്കും? ഓപ്ഷൻ ബി 21. 9000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 3 വർഷത്തേക്കുള്ള പലിശ എത്രയാണ്? ഓപ്ഷൻ ബി 1620. 168 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധഗോളത്തിൻ്റെ ആകെ ഉപരിതല വിസ്തീർണം എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? ഓപ്ഷൻ എ 66,528. 66,528. ഒരു ക്ലോക്കിലെ സമയം 10:25 ആണ്. ഇപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഓപ്ഷൻ ബി 162.5. ഇലക്ട്രോണിക് ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ എഴുത്ത്, അക്കം, അടയാളം എന്നിവ കൊണ്ടോ അല്ലെങ്കിൽ അവയിലെ ഒന്നിലധികം മാർഗങ്ങൾ കൊണ്ടോ ഒരു സാധനത്തിൻ്റെ പുറത്ത് ആവിഷ്കരിക്കുകയോ വിവരിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന BNS നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി 2(8). ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് സ്ത്രീക്ക് കഠിനമായ ശാരീരിക ഹാനി വരുത്തുകയോ അംഗഭംഗം വരുത്തുകയോ രൂപവൈകൃതമുണ്ടാക്കുകയോ അവളുടെ ജീവൻ അപകടത്തിലാക്കുകയോ ചെയ്യുമ്പോൾ അയാൾക്ക് 10 വർഷത്തിൽ കുറയാത്ത തടവും ഇതിനു പുറമെ പിഴ ശിക്ഷയും വിധിക്കുന്നു. ഇത് BNSലെ ഏത് വകുപ്പിലാണ് വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ബി ബലാത്സംഗത്തിനുള്ള ശിക്ഷ. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. വകുപ്പ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ്, ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്. BNSുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. സെക്ഷൻ 129 ക്രിമിനൽ ഫോഴ്സ്, സെക്ഷൻ 130 റോങ്ഫുൾ അസോൾട്ട്. സെക്ഷൻ 126 റോങ്ഫുള്ളി റിസ്ട്രെയിൻഡ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ വകുപ്പ് 30 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി പോലീസ് മേലുദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ. BNSൽ 2X എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. ഓപ്ഷൻ ബി ഇര. BNSൽ സായുധ സേനകളിലെ അംഗങ്ങൾക്ക് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ച് വിവരിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി 42. വിവാദ വസ്തുതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BSc വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി 2G. ഒരു പ്രത്യേക കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ ഒരു പ്രത്യേക ഗ്രാമത്തിലെ നിവാസികളുടെ അവകാശം BScയിലെ ഏത് വകുപ്പിൻ്റെ അർത്ഥവ്യാപ്തിയിലാണ് അതൊരു പൊതു അവകാശമായി തീരുന്നത്? ഓപ്ഷൻ ബി 42. പോസ്കോ നിയമപ്രകാരം കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി മാതാപിതാക്കൾ, അധ്യാപകർ, ഏതൊരു കുട്ടിക്കൊക്കെ എന്താണ് റിപ്പോർട്ട് ചെയ്യാം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 29മായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. നിയമപരമായ ഏതെങ്കിലും ഉദ്യോഗം നിറവേറ്റുന്നതിന് വേണ്ടിയല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും എതിരായി ബലപ്രയോഗം നടത്താം എന്ന് പറയുന്നതാണ് തെറ്റ് വരുന്നത്. ശരിയായിട്ടുള്ളതാണ്. പോലീസിൻ്റെ പെരുമാറ്റത്തിനെ പറ്റി പറയുന്നുണ്ട് 29. പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മനിയന്ത്രണമില്ലാതെ പെരുമാറാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ശാരീരികമായി സുസജ്ജരായിരിക്കണം.
സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യുവാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്? ഓപ്ഷൻ ഡി, ആ കുറ്റത്തിന് ലഭിക്കുന്ന ശിക്ഷ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി എത്രയാണ്? ഓപ്ഷൻ ഡി, നിഷ്കർഷിച്ചിട്ടില്ല. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി, 2004. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി ലഭിക്കുന്ന പിഴ എത്രയാണ്? ഓപ്ഷൻ സി, 5 ലക്ഷം. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയാണ്. സെക്ഷൻ 8 പറയുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഹാനികരമായ വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ ഒഴിവാക്കിയിരിക്കുന്നു. അന്വേഷണത്തിൻ്റെയോ കുറ്റവാളികളുടെയോ അറസ്റ്റിൻ്റെയോ നടപടി തടസ്സപ്പെടുത്തുമെന്നുള്ള വിവരം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതും ശരിയാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സത്യവാങ്മൂലം എന്ന് പറയുന്നത് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ കേരള പോലീസ് ആക്ട് സെക്ഷൻ 33 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സെക്ഷൻ 33 പറയുന്നത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പോലീസിന് അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ചെയ്ത ഏതൊരു പ്രവൃത്തിയുടെയും ഓഡിയോ, വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ തയ്യാറാക്കി സൂക്ഷിക്കാവുന്നതാണ്. ശരിയാണ്. ഇത്തരത്തിൽ റെക്കോർഡുകൾ പോലീസ് നടപടിയുടെ സത്യാവസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്ന ഏതൊരു നടപടിക്രമങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. അതും ശരിയാണ്. 1 ശരി. അതിൻ്റെ ശരിയായ വിശദീകരണമാണ് 2. NDPS ആക്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവന പരിഗണിക്കുക. സെക്ഷൻ 19 പോപ്പി കൃഷി ചെയ്യുന്ന കർഷകൻ അതിൻ്റെ കറുപ്പോ ഭാഗമോ അനധികൃതമായി എടുത്താൽ എന്ന് പറയുന്നത് സെക്ഷൻ 19 അത് ശരിയാണ്. അത് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ്, പോസ്കോ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 23 ശരിയാണ്. കുട്ടിയുടെ പേര്, വിലാസം, ഫോട്ടോഗ്രാഫ്, കുടുംബവിവരങ്ങൾ, കുട്ടിയെ തിരിച്ചറിയുന്ന മറ്റു വിവരങ്ങൾ അടക്കം കുട്ടിയെ തിരിച്ചറിയുന്ന ഒരു റിപ്പോർട്ടുകളും ഏതൊരു മാധ്യമവും പുറത്തുവിടാൻ പാടില്ല. അധികാരപ്പെട്ട സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താല്പര്യത്തിന് ഉചിതമെന്ന അഭിപ്രായമുള്ള പക്ഷം അത്തരം വെളിപ്പെടുത്തലുകൾ അനുവദിക്കാവുന്നതാണ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്ന കേരള പോലീസ് ആക്ടുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പരിഗണിക്കുക. സെക്ഷൻ 3 പറയുന്നത് പോലീസിൻ്റെ ചുമതലയെ പറ്റിയാന്ന് പറയുന്നത് തെറ്റാണ്. സെക്ഷൻ 4 പോലീസിൻ്റെ കർത്തവ്യത്തെ പറ്റി പറയുന്നത് തെറ്റാണ്. സെക്ഷൻ 7 കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എയും ബിയും തെറ്റാണ്. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.